അസ്സലാമു അലൈക്കും. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപല്ല് പൊട്ടിയിട്ടുണ്ടെന്നുള്ള വാർത്ത കേട്ട് സ്വന്തം പല്ല് പൊട്ടിച്ച ഒരു ദരിദ്രനായ മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത് ഉവൈസുൽ ഖർനി. ഇമാനിലെ ഖറൻ എന്ന പട്ടണത്തിൽ അവിടെ കച്ചവടത്തിന് വരുന്ന ആളുകളോട് മദീനയിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഒരാൾ ഉച്ചത്തിൽ ചോദിക്കുന്നു. ഒന്നോ രണ്ടോ ആളുകൾ കൈ ഉയർത്തും. ആ ദരിദ്രനായ മനുഷ്യൻ ഓടിച്ചെന്ന് അവരുടെ കണ്ണുകളിൽ ഉമ്മ വയ്ക്കും. എന്നിട്ട് പറയും, എൻ്റെ ഹബീബിനെ കണ്ട കണ്ണുകൾ, എൻ്റെ ഹബീബുള്ള നാടിനെ കണ്ട കണ്ണുകൾ എനിക്ക് ഉമ്മ വയ്ക്കണം. അത്രമേൽ ഇഷ്ടമായിരുന്നു നബിയോട്. നബിയെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ടെങ്കിലും ഉവൈസുൽ ഖർനി ഒറ്റ മോനാണ്. തൻ്റെ ഉമ്മയെ നോക്കാൻ വേറെ ആരുമില്ല. എങ്കിലും ഉവൈസുൽ ഖർനി തൻ്റെ ഉമ്മയോട് എപ്പോഴും അനുവാദം ചോദിക്കുമായിരുന്നു, ഞാനൊന്ന് മദീനയിൽ പൊക്കോട്ടെ എന്ന്. അദ്ദേഹം മദീനയിലേക്ക് പോയാൽ തന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ള കാരണം കൊണ്ട് ആ ഉമ്മ അതിന് വിസമ്മതിച്ചിരുന്നു. ഒരിക്കൽ ആ ഉമ്മ ഉവൈസുൽ ഖർനിയോട് പറഞ്ഞു, മോനെ മദീനയിലേക്ക് പോയിട്ട് വാ, എന്നാൽ നബിയെ കണ്ടില്ലെങ്കിൽ ഉടനെ തിരിച്ചു വരണം, വൈകരുത്, ഉമ്മ ഒറ്റയ്ക്കാണ്. അങ്ങനെ നാളുകളെടുത്ത് കിലോമീറ്ററുകൾ താണ്ടി ഉവൈസുൽ ഖർനി മദീനയിലെത്തി. പക്ഷേ മദീനയിൽ നബിയെ കാണാൻ പറ്റിയില്ല. അദ്ദേഹം വൈകാതെ തിരിച്ചു മടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് അറിഞ്ഞിരുന്നു. അദ്ദേഹം സ്വഹാബിമാരോട് പറഞ്ഞു വെച്ചു, യമനിലെ ഖർനി കുടുംബത്തിൽ നിന്ന് ഒരു ഉവൈസ് ഉണ്ട്. അദ്ദേഹത്തെ കാണുമ്പോൾ നിങ്ങളുടെ ഉമ്മത്തിന് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞു വെച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവർ ഉവൈസുൽ ഖർനിക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു. ഹജ്ജിന് വരുന്ന ആളുകളോട് നിങ്ങൾ ഉവൈസിനെ അറിയുമോ? ഈ ചോദ്യം തുടർന്നുകൊണ്ടേയിരുന്നു. ഏകദേശം 10 വർഷക്കാലത്തിന് ശേഷം ഹജ്ജിന് വരുന്ന ആളുകളോട് ഇവർ പതിവ് ചോദ്യം തുടർന്നു. അപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, എനിക്കറിയാവുന്ന ഒരു ഉവൈസ് ഉണ്ട്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉവൈസ് ആവാൻ സാധ്യതയില്ല. അയാളൊരു കന്നുകാലിയെ മേയ്ക്കുന്ന ആളാണ്. അധികം പ്രശസ്തനോ ധനികനോ ഒന്നുമല്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഉവൈസിൻ്റെ അടുത്തേക്ക് തന്നെ എത്തിക്കാൻ പറഞ്ഞു. ഒരു കഴുതപ്പുറത്തേറി ഉമർ റളിയല്ലാഹു അൻഹു ഉവൈസിനെ കാണാൻ പോയി. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിസ്കാരത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് ചോദിച്ചു, താങ്കളുടെ പേര് ഉവൈസാണോ? അതെ, ഞാൻ ഉവൈസാണ്. താങ്കൾക്കൊരു ഉമ്മയുണ്ടോ? അതെ, എനിക്കൊരു ഉമ്മയുണ്ട്. അവർ രോഗം പിടിപെട്ട് കിടക്കുകയാണ്. ചോദ്യം അവസാനിക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, വെള്ളപ്പാണ്ട് അസുഖമുണ്ടായിരുന്നോ? അത് മാറി വയറ്റിൽ ഒരു നാണയവട്ടത്തിൽ അത് ചുരുങ്ങിയിട്ടുണ്ടോ? അദ്ദേഹം അതിനും മറുപടി പറഞ്ഞു, അതെ. കാണിക്കാൻ വേണ്ടി അദ്ദേഹം തൻ്റെ കീറിപ്പറിഞ്ഞ കുപ്പായം ഉയർത്തുമ്പോൾ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി, ആ പാവപ്പെട്ട ദരിദ്രനായ ഉവൈസിൻ്റെ വയറ്റിൽ ആ വെള്ളപ്പാണ്ട് ഉള്ളിടത്ത് ഉമ്മ വയ്ക്കുന്നു. അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്തിട്ട് പറയുന്നു, എനിക്കൊന്ന് ദുആ ചെയ്യുമോ? ഉവൈസുൽ ഖർനി അത്ഭുതത്തോടു കൂടി ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്തതാണ് നിങ്ങൾ, എന്നിട്ട് സാധാരണക്കാരനായ എന്നോടോ നിങ്ങൾ ദുആ ചെയ്യാൻ പറയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കണ്ടാൽ ദുആ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, നബി തങ്ങളുടെ ഖമീസും തലപ്പാവും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതും ഉവൈസുൽ ഖർനിക്ക് സമ്മാനിക്കുന്നു. ഉവൈസുൽ ഖർനി ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നു, ഞാൻ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ്. അത്രയും കേട്ടതോടെ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പോലും കഴിയാതായി. ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ പേര് കേട്ട ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഒന്നുമില്ലാത്ത ദരിദ്രനായ ആട്ടിടയനായ ഈ ഉവൈസിനെ തേടി വന്നിരിക്കുന്നുവോ? തൻ്റെ ഉമ്മയെ അത്രമേൽ സ്നേഹിച്ചിരുന്ന കാരണമാണ് ഉവൈസുൽ ഖർനിക്ക് ഇത്രയും മഹത്തായ ഒരു സ്ഥാനം കിട്ടിയത്.